ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നോമ്പിനെ കുറിച്ചാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമളാനിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ പരിശുദ്ധമായ നോമ്പിലൂടെയാണ് അവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും നോമ്പുകൾ ഒരുമിച്ച് വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ നോമ്പ് എന്താണെന്നും നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ പലപ്പോഴും വിശ്വാസികൾ ഓർക്കാതെയാണ് ഈ തരത്തിൽ ഇത് അനുഷ്ഠിക്കുന്നത്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഉപവാസം എന്നാണ്. ഈ ഉപവസിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ഉപവാസ സമരം എന്നൊക്കെ പറഞ്ഞിട്ട് ഷെഡൊക്കെ കെട്ടിയിട്ട് ഉപവസിക്കുന്നത് കാണാം. അതിലൊരാൾ പട്ടിണി കിടക്കുന്നുണ്ടാവും, എന്നിട്ട് പിന്നെ ആ സമരം വിജയിച്ചു കഴിഞ്ഞാൽ ഉപവാസം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ അത് ആ വിഷയം കോംപ്രമൈസ് ആയിക്കഴിഞ്ഞാൽ ഉപവാസം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇളനീരോ മറ്റോ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ഉപവാസം അവസാനിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് തന്നെ അതിനെന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ ആ പറഞ്ഞ ആൾ ഉപവസിച്ചത്. അതുപോലെ തന്നെ ഇന്ന് മതങ്ങളിൽ കാണുന്ന ഉപവാസവും ഇതുപോലെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് മിക്ക മതങ്ങളിലും ഈ ഒരു ഉപവാസം അല്ലെങ്കിൽ നോമ്പ് ആത്മീയമായിട്ടുള്ള ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിനോ മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കുന്ന തരത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു കർമ്മമായി ഈ നോമ്പ് ഇന്ന് അവശേഷിക്കുന്നില്ല ഭൂരിഭാഗം വിശ്വാസികളിലും എന്നുള്ളതാണ് വസ്തുത. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരൊരു നിർബന്ധ കർമ്മമായി അതിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെ പലപ്പോഴും മറന്നുകൊണ്ടൊക്കെ അത് അനുഷ്ഠിക്കുന്ന ഒരവസ്ഥ 2024 നോമ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത 2 വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങളത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ആത്മീയമായ, ഭൗതികപരമായ, ശാരീരികമായ, ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരം തേടലാണ് ഈ നോമ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതിക ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറുന്ന അവസ്ഥകളെയും അതുപോലെ തന്നെ ദേഹേച്ഛയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ പ്രയാണം തുടരുന്ന, അതിന് യാതൊരുവിധ അതിർവരമ്പുകളുമില്ലാതെ അങ്ങനെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥകൾക്ക് ഒരു കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെയൊക്കെ പരമപ്രധാനമായ ലക്ഷ്യം. എന്നാൽ ഇന്ന് നടക്കുന്നത് അതല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാൻ കഴിയും. പട്ടിണി കിടക്കുന്നവൻ്റെ പട്ടിണിയെക്കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മളത് എന്നാണോ സ്വയം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവ ബോധ്യത്തിൽ എന്നാണ് അതിൻ്റെ രുചി നമുക്ക് അറിയാൻ കഴിയുന്നത്, അന്ന് മാത്രമാണ് പട്ടിണിയുടെ യഥാർത്ഥ സ്വാദ് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. വാചാലമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയെക്കുറിച്ച് വളരെ മനോഹരമായി ചിലപ്പോൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാനൊക്കെ കഴിഞ്ഞേക്കും. എന്നാൽ അത് അനുഭവിക്കുന്നവൻ മൗനം കൊണ്ടാണെങ്കിലും നമ്മളോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് കൂടിയുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഈ 2025 നോമ്പ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ യൂട്യൂബ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. 2025 നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മളെ കേരളത്തിലെ സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആ സംഘടനകളിലെ പണ്ഡിത വർഗം എന്ന് പറയുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ ചെയ്ത വീഡിയോകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞാൻ 2 ദിവസമായിട്ട് യൂട്യൂബിലൊക്കെ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഒരു പക്ഷേ നിങ്ങൾക്കും അതൊരു അനുഭവം ഉണ്ടാവും, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നോമ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം പണ്ഡിത പുരോഹിതന്മാർ എന്താണ് അവർ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചു. ആ ലക്ഷ്യം നിർവഹിക്കപ്പെടുന്നൊരവസ്ഥ ഈ പണ്ഡിത പുരോഹിതന്മാർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പ് എടുക്കുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കേണ്ടത് എങ്ങനെ, നിയ്യത്ത് വെക്കുമ്പോൾ ഏത് സമയത്ത് വെക്കണം, അത് വെച്ചില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്. ഈ നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ നാളെ ഞാൻ നോമ്പെടുക്കുന്നു എന്ന് കരുതുക. ആ കരുതുന്നതിനെയാണ് നമ്മളത് ഉദ്ദേശിക്കില്ലേ, ആ ഉദ്ദേശിക്കുന്നതിനാണ് നിയ്യത്ത് വെക്കുക എന്ന് പറയുക. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കേണ്ട സാധനമൊന്നുമല്ല. നിയ്യത്ത് വെക്കുക എന്നുള്ളത് അങ്ങനെ ഒരു പറഞ്ഞ് നമ്മൾ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഞാൻ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഞാൻ സ്വയം കരുതുന്നതിനെയാണ് നിയ്യത്ത് എന്ന് പറയുക. അതിന് ഒരു പ്രത്യേക വാചകങ്ങളുണ്ടാക്കി ആ വാചകങ്ങൾ പ്രത്യേക ഈണത്തിലും അല്ലെങ്കിൽ പ്രത്യേക ഒരു അവസരത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുകയോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെയൊന്നും ഈ സംഭവങ്ങൾക്കില്ല. പക്ഷേ വിശ്വാസികളുടെ ശ്രദ്ധ തെറ്റിക്കൽ അവിടെ മുതൽ തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് അതിനുശേഷം റമദാനിലെ ഈ പറഞ്ഞ നോമ്പെടുത്തതിന് ശേഷം അന്ന് രാത്രിയുള്ള തറാവീഹ് നമസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നമസ്കാരമുണ്ട്. ആ നമസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം അത് 11 13 21 23 അല്ലെങ്കിൽ ഇനി അത് കഴിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇനി റക്കാത്തുകളുടെ എണ്ണം ഇല്ലേ, ഇനി അത് നിസ്കരിക്കണോ വേണ്ടയോ, ഇനി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ സാധാരണ നിസ്കരിക്കുന്നത് പോലെ കൈ എവിടെ കെട്ടണം, നെഞ്ചിൽ കെട്ടണോ, വയറ്റുമ കെട്ടണോ, അതോ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടണോ, ഇനി അത് കെട്ടേണ്ടതില്ലോ, ഇല്ലാത്ത ഒരവസ്ഥയാണോ, ഇനി കൈയില്ലാത്തവൻ എന്ത് ചെയ്യും, ഒരു കൈയുള്ളവൻ എങ്ങനെ കെട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ അനാവശ്യമായിട്ടുള്ള കസറത്ത് സുവാൽ എന്നാണ് അതിന് പറയുക, അധികരിച്ച ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച് ഒരാൾ പറഞ്ഞ ഉത്തരം കേട്ട് അതിൽ തൃപ്തി വരാതെ അടുത്ത പണ്ഡിതനോട് ചോദിച്ച് ആ പണ്ഡിതൻ അഭിപ്രായം പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ തൃപ്തിയാകാതെ മറ്റൊരു പണ്ഡിതനോട് സംസാരിച്ച് ആ പണ്ഡിതനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഈ കഴിഞ്ഞ 2 പണ്ഡിതന്മാർ പറഞ്ഞിട്ട് അവിടെ ഒരു പരദൂഷണം ഉണ്ടാക്കി എന്നിട്ട് അതിൽ തൃപ്തി വരാതെ ഇങ്ങനെ കാലം കഴിക്കുന്നൊരവസ്ഥയാണ് ഈ സംശയം ചോദിക്കാൻ പോകുന്ന വിശ്വാസികളുടെ ഒരവസ്ഥ. അവരെ കുറ്റം പറയുകയല്ല, യഥാർത്ഥത്തിൽ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ സഹതാപം തോന്നുകയാണ്. ഈ പണ്ഡിത പുരോഹിതന്മാർ ഈ വിശ്വാസികളെ മാനസികമായി എത്രയാണ് അവരെ എന്താ പറയുക ഒരു അധപ്പതിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് അതൊക്കെ. എത്ര സംശയം ചോദിച്ചാലും തീരാത്തൊരവസ്ഥ. ഒരു പണ്ഡിതൻ പറയുന്ന ഉത്തരം തൃപ്തിയില്ല. അടുത്ത എന്തുകൊണ്ടാണ് ഈ തൃപ്തിയില്ലാത്ത അവസ്ഥ വിശ്വാസിക്ക് വരുന്നതെന്ന് നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള കേവലമായ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലൂടെ മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന കുറുക്കു വഴിയിലൂടെ മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ വിശ്വാസികളിൽ ഈ പൗരോഹിത്യ വർഗം ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്നത്. യഥാർത്ഥത്തിൽ ഒരു സെൽഫ് കൺട്രോളിങ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ അത്താഴം കഴിച്ച് മഗ്‌രിബ് വരെ സന്ധ്യാസമയം വരെ അന്നപാനീയങ്ങളില്ലാതെ ഉമിനീര് പോലും മര്യാദക്ക് സമാധാനത്തോടു കൂടി ഇറക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഒക്കെയുള്ള ഒരു വല്ലാത്തൊരു മാനസിക സംഘർഷങ്ങളാണ് ആ സമയങ്ങളിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആത്മീയമായ നിർവൃതി അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഒരു ആശ്വാസം നിറഞ്ഞൊരവസ്ഥയൊക്കെ അനുഭവിക്കുന്ന വിശ്വാസികളുമുണ്ട്. നമ്മൾ തീർത്തും എല്ലാം നിഷേധിച്ചുകൊണ്ട് എല്ലാ നന്മകൾക്ക് മുമ്പിലും കൊട്ടിയടക്കപ്പെട്ട വാതിലുകളുമായിട്ടൊന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഏത് കാര്യങ്ങളിലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഏത് മതവിശ്വാസങ്ങളിലും ഏത് തിയറിയിലായാലും അതിലുള്ള നന്മകളെ നമ്മൾ സ്വീകരിക്കാനും തിന്മകളെ അതേപോലെ തന്നെ തള്ളിക്കളയാനും തയ്യാറാകുന്ന ഒരു പുതുതലമുറയാണ് ഇന്നുള്ളത്. അത് ഒരുപാട് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നൊരു കാര്യമാണ്, നോമ്പ് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്, സയൻറ്റിഫിക്കലി അതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയില്ലേ, അതറിഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണ മതങ്ങളിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഏതേത് കാര്യങ്ങളും അവരൊരു വൈകാരിക തലത്തിൽ കൂടി അതിനൊരു സമീപിക്കുന്നൊരവസ്ഥയുണ്ട്. അത് ആചാരാനുഷ്ഠാന കർമ്മങ്ങളായാലും ഏത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെയാണ് അവരെ എന്താ പറയുക ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ. എന്നാൽ വലുതായതിനു ശേഷം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചും അതിൻ്റെ എന്താ പറയുക സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഏത് കാര്യങ്ങളെയും അത് വെക്കേണ്ടോടത്ത് വെച്ച് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന, അത് ആരെന്ത് രൂപത്തിൽ പ്രഷർ ചെയ്ത് പറഞ്ഞാലും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നേരത്തെ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വിശ്വാസികളെയും നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ ചെയ്തിട്ടുള്ള പല വീഡിയോകളുടെയും തംബ്നെയിൽ നമുക്ക് കാണാൻ കഴിയുക തറാവീഹിൻ്റെ എണ്ണവും
അതുപോലെ തന്നെ നെയ്യത്തുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഉമിനീര് തന്നെ ഏത് തരത്തിലുള്ള ഉമിനീര് ആണ് നമുക്ക് ഇറക്കാൻ പറ്റുക, ഏത് തരത്തിലുള്ള ഉമിനീരുകൾ ഇറക്കിയാലാണ് നോമ്പ് മുറിഞ്ഞു പോവുക എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റമദാനിലെ ദിനരാത്രങ്ങളിൽ പകൽ വിവാഹിതരായ കപ്പിൾസ് ആണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള സെക്ഷൽ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നോമ്പ് ബാത്തിലായി പോകുമോ, മുറിഞ്ഞു പോകുമോ, അങ്ങനെ അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. അതുപോലെ തന്നെ രാത്രിയിൽ ഈ സെക്സ് അനുവദനീയമാണല്ലോ, പകൽ മാത്രമാണ് നിഷിദ്ധമായിട്ടുള്ളത്. രാത്രിയിൽ അനുവദിക്കപ്പെട്ട ആ സെക്സ് ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സുബഹിക്ക് മുമ്പ് കുളിക്കുന്ന ജനാബത്ത് കുളി എങ്ങനെ, ജനാബത്ത് കുളി സുബഹി ബാങ്കിന് ശേഷം കുളിച്ചു കഴിഞ്ഞാൽ നോമ്പിന് പ്രശ്നമാകുമോ, ജനാബത്ത് കുളി അഥവാ കുളിക്കാൻ മറന്നു പോയാലുള്ള അവസ്ഥ, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം ജനാബത്ത് കുളി മറന്നു പോവുകയും ഒക്കെ ചെയ്താൽ പിന്നീട് അതിനെന്താണ് ചെയ്യേണ്ടത്. ഇനി പകൽ തന്നെ ഒരു ഭാര്യ ഭർത്താവ് അറിയാതെ ഇത്തരത്തിൽ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷാവിധികൾ, അല്ലെങ്കിൽ അവർ അതിന് പ്രായശ്ചിത്തമായി ചെയ്യേണ്ട കാര്യം എന്താണ്. ഇങ്ങനെ ഇവർക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ആയതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർവിത ചംക്രമണം ചെയ്തിട്ട് വിശ്വാസികളുടെ ഈ അവർ നോമ്പ് കൊണ്ട് എന്തൊരു ലക്ഷ്യമാണോ ഈ പറഞ്ഞ മതങ്ങൾ അല്ലെങ്കിൽ ദൈവികമായി പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ടാകുക ആ കാര്യങ്ങളിൽ നിന്നൊക്കെ അവരുടെ ശ്രദ്ധ മനസ്സൊക്കെ മാറ്റി തെറ്റിച്ച് അവരെ ഇത്തരം കാര്യങ്ങളിൽ പരിശുദ്ധമായ ഈ ഒരു റമളാൻ മാസം എന്ന് പരിശുദ്ധമാക്കപ്പെട്ട രൂപത്തിൽ കരുതുന്ന വിശ്വാസികളുടെ മനസ്സിലേക്ക് ആ സമയത്ത് പോലും ഈ സെക്ഷുവലായിട്ടുള്ള ചിന്തകൾ നിറച്ച് അതിങ്ങനെ നിലനിർത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രത്യേകതരം മൈൻഡോടുകൂടി ജീവിക്കുന്ന ആളുകളായിട്ടാണ് പല പുരോഹിതന്മാരെയും നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാത്തരം ഇത്തരം ദേഹേച്ഛകളിൽ നിന്നൊക്കെ വിട്ട് മനുഷ്യൻ്റെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയാക്കി എടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രാക്ടീസായൊരു സംഭവമാണ് ഈ നോമ്പ്. ആ നോമ്പിൻ്റെ ഘട്ടത്തിലും മനുഷ്യൻ്റെ മനസ്സ് ഇത്തരത്തിലുള്ള ലൈംഗികമായ ചിന്തകളിലും അതുപോലെയുള്ള കാര്യങ്ങളുമായി കണക്റ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി അതെപ്പോൾ കുളിക്കണം, അതങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ എന്നിത്യാദി കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണല്ലോ മനുഷ്യൻ്റെ ചിന്തകൾ അതുമായി കണക്ട് ചെയ്ത് നിൽക്കുക. അതുമായി കണക്ട് ചെയ്ത് നിർത്തലാണ് എനിക്ക് പലപ്പോഴും ഇവരുടെ പല വീഡിയോകളും കാണുമ്പോൾ തോന്നൽ, ഇവർ വിശ്വാസികളുടെ മൈൻഡ് ഇവർ ചിന്തിക്കുന്നത് പോലെ 24 hours സെക്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിലനിർത്തലാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അവരത് അറിഞ്ഞാണോ അറിയാതെയാണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ നോമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് എല്ലാ സ്നേഹബഹുമാനവും നിലനിർത്തിയിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ നോമ്പ് കൊണ്ട് ഇത് പഠിപ്പിച്ച പ്രവാചകനായാലും അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരായാലും ഇത് കേവലം മുഹമ്മദ് നബി നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തണം. ഇത് കേവലമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു പുതിയൊരു കാര്യമൊന്നുമല്ല. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഖുർആനിൽ തന്നെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് 2-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞതെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയേ, ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലയോ വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മുൻകാല സമുദായത്തിലുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അഥവാ നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ, ഇസ്ലാം എന്ന് പറയുന്ന സമൂഹത്തിന് മുമ്പുള്ള സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. എന്താണ് തഖ്വ? സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷബാധയെ തടയുന്നതിന് വേണ്ടി. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് ജീവിതത്തിലൊരു പരിശുദ്ധി ഉണ്ടാകുന്നതിന് നമ്മളുടെ ദേഹേച്ഛകളുടെ അനിയന്ത്രിതമായ കുത്തിയൊഴുകുന്ന തരത്തിലുള്ള മ്ലേച്ഛകരമായ
ചിന്താഗതികളിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ മോചിപ്പിക്കുന്നതിനും ഒരു ഉത്കൃഷ്ടമായ ഒരു മാനസികാവസ്ഥയിൽ നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കുന്ന, നല്ലൊരു മനുഷ്യനായി തീരാൻ സഹായിക്കുന്ന, അതിന് നമ്മളെ പ്രാപ്തനാക്കുന്ന ഒരു കാര്യമാണ് ഈ നോമ്പ്. എന്നാൽ ഇന്ന് നടക്കുന്ന നോമ്പ് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മീയ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്ന് വിശ്വാസികൾ ഓരോരുത്തരും അവനവനോട് തന്നെ ചോദിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ ജനാബത്ത് കുളിയും അതുപോലെ തന്നെ ഹൈളും നിഫാസും അതുപോലെ തന്നെ ഈ പറഞ്ഞ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ ചിന്താഗതികളിൽ ഈ ഉസ്താദുമാരിങ്ങനെ ഇട്ട് തരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ആത്മസംസ്കരണം, ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വ്യക്തിയാകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകുകയാണോ ചെയ്യുക, അതല്ല കൂടുതൽ വഷളാവുകയാണോ ചെയ്യുക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ പൗരോഹിത്യ വർഗം ഒരു യഥാർത്ഥ വിശ്വാസിയെ നല്ലൊരു വ്യക്തിയായി നല്ലൊരു വിശ്വാസിയാക്കി ജീവിക്കാനും സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പവിത്രമായി മനുഷ്യൻ നല്ലൊരു വ്യക്തിയാകാൻ സാധിക്കുന്ന കാര്യങ്ങളെ ഇവർ ഈ തരത്തിൽ അവതരിപ്പിച്ചിട്ട് വഴിതെറ്റിക്കുന്ന അവസ്ഥ. ഇനി നല്ലൊരു വ്യക്തിയാകാതെ എന്താ പറയുക, മറ്റുള്ള ഇതര ജീവജാലങ്ങളോടായാലും ഇതര മനുഷ്യരോടായാലും ഇതര മതവിശ്വാസികളോടായാലും ഒക്കെ നന്മ പ്രവർത്തിക്കേണ്ട അവസരങ്ങളെയൊക്കെ തടയുന്നൊരവസ്ഥയും ഇവരിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഷെയ്ത്വാൻ എന്ന് പറയുന്നത് പുറത്തൊന്നുമല്ല, അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ദൈവികമായ ഇത്തരം കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിനാണ് ഉപകരിക്കേണ്ടത്. എന്നാൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യരെ അകറ്റുന്ന തരത്തിലാണ്. ഞാനിതൊരു ഗ്രഹണമായൊരു പഠനം എന്ന രൂപത്തിലൊന്നല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ സാന്ദർഭികവശാൽ നിങ്ങളെ ഉണർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോയെ അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. ഇന്ന് നോമ്പ് എന്ന് പറയുന്നത് തീറ്റ മഹോത്സവമായിട്ടാണ് പല വിശ്വാസികളിലും, അതല്ലാത്ത വിശ്വാസികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ തീറ്റ മഹോത്സവമായിട്ട് ഇഫ്താർ വിരുന്നുകളുടെ കൂത്തരങ്ങായിട്ട് അതിന് ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന അവസ്ഥകളൊക്കെ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ വീട്ടിൽ നമ്മൾ നോമ്പ് തുറ എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നോമ്പില്ലാത്ത, നോമ്പെടുക്കാത്ത, വിശ്വാസികളല്ലാത്ത ആളുകൾ ജീവിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സംഭവങ്ങളൊക്കെ അവർ മാറി നിന്ന് കാണുകയോ അറിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം നമ്മളാണ് നോമ്പ് തുറക്കുന്നത്, നോമ്പ് പിടിച്ചത്, അതുകൊണ്ട് നമുക്ക് തന്നെ വയറ് നിറച്ച് ഭക്ഷിക്കാനുള്ളതാണ് എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ നോമ്പ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ കയറി അങ്ങോട്ട് മേയുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെയൊക്കെ പരിശുദ്ധി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ ഒരു അവസ്ഥ. നമ്മുടെ വിചാരം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വയറ് നിറച്ച് ടിപ്പർ ലോറിയിൽ മണൽ കൊടുന്ന് അടിക്കുന്നത് പോലെ അങ്ങോട്ട് കയറ്റാന്നുള്ളതാണ് നമ്മുടെ വിചാരം. ഈ നോമ്പ് തുറക്കുമ്പോഴായാലും ഏതേത് കാര്യങ്ങളിലും ഒരു മിതത്വം ഉണ്ടാകണം. ഈ നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ പട്ടിണി എടുക്കുന്നത് തന്നെ പറയുന്നത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്, നമുക്കൊരു സെൽഫ് കൺട്രോളിങ് സിസ്റ്റം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ടിപ്പർ ലോറിയിൽ മണലടിക്കുന്നത് പോലെ അടിക്കാനാണെങ്കിൽ പിന്നെ അത്രയും നേരം ഇത് കടിച്ചു പിടിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? പടച്ചവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിങ്ങനെ ഇത്ര മണിക്കൂർ പട്ടിണി കിടന്നിട്ട് പടച്ചവൻക്ക് അവിടെ അക്കൗണ്ടിൽ ഇങ്ങനെ എന്തോ ഒന്ന് വരുന്നൊരവസ്ഥ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഇനി ദൈവം നിഷേധിയാണെങ്കിൽ പോലും ആ ഭക്ഷണം അവർക്ക് കൂടി പങ്കുവെക്കാനും അവർക്ക് കൂടി കൊടുക്കാനും അവരും അതൊക്കെ കഴിക്കാനും പരസ്പരം സ്നേഹബന്ധം നിലനിർത്താനും അയൽവക്ക ബന്ധം നിലനിർത്താനും ഒക്കെ ഉപകരിക്കേണ്ടതുണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ ഉസ്താദുമാർ വാദ പ്രഭാഷണങ്ങളിൽ പറയുന്ന ഒരു മുസ്ലിം സമൂഹം, മുസ്ലിം കമ്മ്യൂണിറ്റി, ഒരു മുസ്ലിങ്ങൾ മാത്രം സെപ്പറേറ്റഡ്, അങ്ങനെയൊന്നും ഇനിയുള്ള കാലഘട്ടം നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അതിനെതിര് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് എതിര് പ്രവർത്തിക്കുക? നമുക്കൊരു നന്മയുണ്ടായാൽ നമ്മുടെ അയൽവാസി ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ മതമുള്ളവനാണോ ഇല്ലാത്തവനാണോ എന്ന യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും നമ്മൾ പരിഗണിക്കരുത്.
നമുക്കൊരു നന്മയുണ്ടായാൽ, നമ്മളൊരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് അവർക്ക് കൂടി പങ്കുവെച്ച്, ഒന്നുകിൽ അവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി നമ്മളോടൊപ്പം നമ്മളുടെ ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഇനി അതല്ലെങ്കിൽ അവരുടെ ടേബിളിൽ അവർക്ക് കഴിക്കാൻ രൂപത്തിൽ അങ്ങോട്ട് എത്തിച്ചു കൊടുത്ത് അവരെയും കൂടി അതിൽ പങ്കാളിയാക്കുക. നമ്മളെല്ലാവരും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പോയിന്റിൽ നമ്മൾ ജനിച്ചു, അപ്പുറത്തൊരു പോയിന്റ് നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. ഈ 2 പോയിന്റുകൾക്കിടയിൽ, ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഇത്രയും ടൈമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് വന്നത്. നമ്മുടെ കൈകളിൽ ഒന്നുമില്ല. ആ കൈ നമ്മൾ നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്ലെയിൻ കൈയാണ്. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എൻഡ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, അഥവാ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? ഈ 2 പോയിന്റുകൾക്കിടയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച, സമ്പാദിച്ചു കൂട്ടിയ എന്ത് സാധനങ്ങളും ഒന്നും കൊണ്ടുപോകാതെ കൈകൾ മലർത്തി ചലനമറ്റ ശരീരം, മറ്റുള്ളവർ ആ ശരീരം എടുത്ത് ദഹിപ്പിക്കലായാലും ഖബറടക്കലായാലും ഒക്കെ ചെയ്തു തരേണ്ടുന്നൊരു സാഹചര്യത്തിൽ അനങ്ങാതെ കിടക്കുന്ന, ഡെഡ് ബോഡിയായി ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ, അത്രയും നിസ്സാരമാണ് നമ്മളുടെ ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്. ആ ഒരു ഇത്തിരി പോകുന്ന ജീവിതത്തിനിടക്കാണ് ഈ പറയുന്ന കൈ ഇവിടെ കെട്ടണോ, ഇവിടെ കെട്ടണോ, അവിടെ കെട്ടണോ, എവിടെ കെട്ടണോ എന്നുള്ളത് ആലോചിച്ച്, നോമ്പെടുത്ത് കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ ജനാപത്ത് കുളി അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, ബന്ധപ്പെടുന്നത് ഇങ്ങനെ ആയാൽ കുഴപ്പമുണ്ടോ, അങ്ങനെ ആയാൽ കുഴപ്പമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് മനുഷ്യൻ്റെ ചിന്തകളെയും യുക്തിയെയും ബുദ്ധിയൊക്കെ ലോക്കാക്കി കേവലമായ ഇത്തരം ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ കെട്ടിക്കൂട്ടി മനുഷ്യരെ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത, എന്തിന് സ്വന്തത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ജീവികളാക്കി മാറ്റുന്ന മതത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരുപാട് മ്ലേച്ഛകരമായ ദുഷ്ചിന്തകളുണ്ട്. അത്തരം ചിന്താഗതികളിൽ നിന്നുള്ളൊരു മോചനം കൂടിയാണ് എന്ത്, നോമ്പ് എന്നൊക്കെ പറയുന്നത്. നിസ്കാരം, നോമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്നുള്ള മോചനവും കൂടിയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികൾ അത് തിരിച്ചറിയുന്നില്ല എന്നതേ ഉള്ളൂ. നോമ്പ് തന്നെ ആർക്കാണ് നിർബന്ധം? ആരോഗ്യമുള്ള, അത് എന്താ പറയുക, എടുത്താൽ അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ നോമ്പ് പോലും നിർബന്ധം. ഒരു ആരോഗ്യമില്ല. അതിപ്പോൾ സാധാരണ നമ്മൾ കാണാറുള്ള, എനിക്കൊരുപാട് ആളുകൾ അങ്ങനെ അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പല്ലാത്ത, റമദാനല്ലാത്ത ബാക്കിയുള്ള മാസങ്ങളിൽ, 11 മാസങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും കല്യാണം ഉണ്ടാവും. അവരുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ കല്യാണങ്ങളുണ്ടാവും. എല്ലാ ഞായറാഴ്ചയും ബിരിയാണി, അൽഫാം, ഇതുപോലെയുള്ള കൊഴുപ്പുള്ള ഒരുപാട് സാധനങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്നുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും, ഒരു മാസത്തിൽ 4 ഞായറാഴ്ച 5 ഞായറാഴ്ച ഉള്ള ആ 5 ഞായറാഴ്ച 4 ഞായറാഴ്ചയും ഇത് കഴിക്കുന്നുണ്ട്. ഇത് 11 മാസവും തുടരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി എല്ലാ ആഴ്ചകളിലില്ലെങ്കിലും മാസത്തിൽ 1-2 ഉണ്ടാകുന്ന ആ അവസ്ഥകളൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. 10 വർഷം കൂടി ഒരു കല്യാണത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി എനിക്കറിയാം. 10 വർഷത്തിലൊരിക്കൽ അയാൾക്കൊരു കല്യാണം. കാരണം അയാൾ ഈ പറഞ്ഞതുപോലെ അയാൾ സാധുവാണ്. അയാൾക്ക് ഈ പറഞ്ഞതുപോലെ സോഷ്യലായിട്ട് ബന്ധങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. ഒന്നാമത് അയാൾ പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷേ ഈ പറഞ്ഞ പാവപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹം കല്യാണത്തിന് ക്ഷണിച്ചാൽ തന്നെ ചിലപ്പോൾ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും, കീറിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് വന്ന് ആ സദസ്സിന് എന്തെങ്കിലും ഒരു അഭംഗി ഉണ്ടാക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കല്യാണത്തിനൊന്നും ക്ഷണിക്കാതെ നിൽക്കുന്ന അവസ്ഥ. പിന്നെ മിക്കവാറും ആളുകളെ കല്യാണത്തിനൊന്നും ക്ഷണിക്കില്ല. നമ്മുടെ കളിയാട്ടമൊക്കെ കഴിഞ്ഞ് ഇവിടെ ബാക്കി വരുന്ന ഫുഡ് അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ രാത്രി പാതിരാക്കി അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ചിലപ്പോൾ കിടന്നിട്ടുണ്ടാവും. ആ സമയത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന, നമ്മൾ കളയുന്നതിന് പകരം അവിടെ കൊണ്ടുപോയി കളയുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ മനുഷ്യർ, അധപ്പതിച്ച മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതിൽ നിന്നുള്ള മോചനം എടുക്കാനുള്ള ഒരു അവസരം കൂടി ആക്കണം ഈ നോമ്പ്. മനസ്സിലായില്ലേ? ഈ 11 മാസവും ഈ തരത്തിൽ കല്യാണവും കളിയാട്ടവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം അവൻ ഈ രൂപത്തിൽ പട്ടിണി കിടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. എനിക്ക് പറയാനുള്ളത് അത്തരം ആളുകൾ നിർബന്ധമായിട്ട് നോമ്പെടുക്കണമെന്നാണ്. കാരണം അവൻ്റെ ഹെൽത്തിന് അത് ഏറെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ സയൻറ്റിഫിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജലപാനം ഇല്ലാതെയുള്ള നോമ്പുകൾ മനുഷ്യൻ്റെ ശരീരത്തിന് ഒരുപാട് തരത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവന് അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല.
പിന്നീട് പല കാര്യങ്ങൾക്ക് അവൻ്റെ ശരീരത്തിൽ ഈ ജലത്തിൻ്റെ ഷോർട്ട് കാരണം അവന് പല രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ, ഈ കല്യാണവും കളിയാട്ടവുമായിട്ട് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നോമ്പുകൾ കൊണ്ട് അവൻ്റെ കൊളസ്ട്രോളും BP ഇതൊക്കെ നോർമലാകുന്നതിനൊക്കെ സാധിക്കുന്നൊരവസ്ഥ ഉണ്ട്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ കൊളസ്ട്രോളും BP നോക്കിയിട്ടല്ല നോമ്പെടുക്കുന്നത് എന്നറിയാം. എങ്കിൽ പോലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ ദോഷങ്ങളുമുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനക്ക് കംഫർട്ടബിളായിട്ട് അത് അനുഷ്ഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനത് അനുഷ്ഠിക്കുക എന്ന് മാത്രം. അത് അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ദാരിദ്ര്യമോ പട്ടിണിയിലൊക്കെ ജീവിച്ച 11 മാസവും കൂലിപ്പണിയും കഷ്ടപ്പാടും നൊമ്പരങ്ങളും വിശപ്പും ഒക്കെ സഹിച്ച് ജീവിച്ച ഒരാൾക്ക് വീണ്ടും റമളാനിൽ ഇത് ബാക്കിയുള്ള പണക്കാരായ ആളുകൾ വെട്ടി വിഴുങ്ങി ജീവിക്കുന്ന ആളുകൾ അതെടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ടവൻ ആ മാസവും പട്ടിണി കിടക്കണം എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു കാരണവശാലും അങ്ങനെയുള്ള ആളുകൾ നോമ്പ് എടുക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്കതിൽ വിയോജിപ്പുണ്ടാകാം, പക്ഷെ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക. കഴിഞ്ഞ 11 മാസം പട്ടിണിയും ദാരിദ്ര്യവും ഈ വിശപ്പും ഒക്കെ സഹിച്ച് കൂലിപ്പണി, പൊരുവെയിലത്ത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ദരിദ്രരായ മനുഷ്യർ ഈ 11 മാസവും അങ്ങനെയാണ് ജീവിച്ചത്. 12ാമത്തെ മാസം റമളാൻ മാസത്തിലും ഇതേ പട്ടിണി തുടരണമെന്ന് പറയുന്നത് ഒരർത്ഥത്തിലും മാനുഷികമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ 11 മാസവും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 12ാമത്തെ മാസം അത് ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ പാടില്ല. ഇപ്പോൾ എനിക്കറിയാവുന്ന മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഈ ചുമട്ട് തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ഞാനത് മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 100, 150, 200 കിലോ വെയിറ്റ് വരുന്ന ചാക്കുകളൊക്കെ തലയിൽ ചുമന്ന് അങ്ങനെ ഓരോ ചാക്ക് ാണ് അവർക്ക് പൈസ കിട്ടുക. ഒരു ചാക്കിന് 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ ആണെങ്കിൽ 50 രൂപയൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പം. അങ്ങനെ ഓരോ ചാക്കുകൾ ചുമക്കുന്നതിനനുസരിച്ചാണ് അവർക്ക് പൈസ കിട്ടുക. അങ്ങനെ പൈസ കിട്ടിയാലാണ് അവർക്ക് അവരുടെ കുടുംബം പുലർത്താൻ കഴിയുക. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നോമ്പ് വരുന്ന കാലഘട്ടത്തിലുള്ള ചൂടെന്താണെന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങി നിന്ന് നോക്ക്. അപ്പോൾ അറിയാൻ പറ്റും. ആ പൊരി വെയിലത്ത് ഈ 100, 200 കിലോ വരുന്ന ചാക്ക് ചുമന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിറ്റ് വെള്ളം കുടിക്കാതെ അവർ ഈ പറഞ്ഞ നോമ്പ് എടുക്കണമെന്ന് പറയുന്നത് ക്രൂരമാണ്. കാരുണ്യവാനായ ഒരു ദൈവത്തെയാണ് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ ദൈവം ഒരിക്കലും അങ്ങനെ കൽപ്പിക്കില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ദൈവം തമ്പുരാൻ കാരുണ്യവാനാണ്. അവൻ്റെ കാരുണ്യത്തിൻ്റെ 1000-1 അംശമാണ് ഭൂമിയിൽ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന നമ്മുടെ മക്കളോടൊക്കെ കാണിക്കുന്ന കാരുണ്യമില്ലേ, ആ കാരുണ്യത്തിൻ്റെ 1000 ഇരട്ടി കാരുണ്യമുള്ള ദൈവം തമ്പുരാൻ ഈ കൊടും ക്രൂരത നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങളത് ചിന്തിക്കുക. മാത്രമല്ല, ഞാൻ നേരത്തെ ഓതിയ ആയത്തില്ലേ, ആ സൂക്തമില്ലേ, അതിലെന്താ പറയുന്നത്? നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. നമുക്ക് മുമ്പുള്ള സമുദായം, മുസ്ലിങ്ങൾക്ക് മുമ്പുള്ള സമുദായം ഏതാ? ക്രൈസ്തവർ, ജൂതരൊക്കെയാണ് അതിന് മുമ്പുള്ള സമുദായം. അവരിൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ അവരുടെ നോമ്പ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടല്ലോ ക്രൈസ്തവ സുഹൃത്തുക്കൾ, അവരോട് ചോദിക്ക്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെയാണോ നിങ്ങൾ നോമ്പ് നോക്കുന്നത്? അവർക്ക് ചില കാര്യങ്ങൾ അവരോട് വർജിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് അവർ വർജിക്കുന്നുണ്ട്. ഇതുപോലെ പട്ടിണി കിടക്കുന്ന ഒരു ഉമിനീര് പോലും പേടിച്ച് ഇറക്കേണ്ട ഒരു അവസ്ഥയൊന്നും അവരിലില്ല. അങ്ങനെ ഒരു ദൈവം തമ്പുരാൻ കൽപ്പിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഞാൻ അതിനെ എതിർക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ ബുദ്ധി യുക്തിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വെക്കാതെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇനി അഥവാ അത് ചെയ്യണം, അത് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ചെറുപ്പം മുതലേ ശീലിച്ചുകൊണ്ട് അത് ചെയ്യണം, അതിൽ അവന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചർച്ചകളിൽ ഒരു ഭാഗം നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. ആ ഉസ്താദ് എന്താ പറയുന്നത് നോക്കൂ. നോമ്പ് മുറിയുന്നതുമായി ബന്ധപ്പെട്ട് ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് അവിടെ പോലും നോമ്പിനെ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അദ്ദേഹം എന്താ പറയുന്നത് അത് കേട്ട് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. നോമ്പുകാരൻ വിസർജന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, വിസർജന സമയത്ത് പൂർണ്ണമായും വിസർജന വസ്തു പുറത്തേക്ക് പോന്നതിന് ശേഷമാണ് ശ്വാസം മേലോട്ട് എടുക്കേണ്ടത്. ഇല്ല എങ്കിൽ പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്ന വസ്തു ശ്വാസമെടുക്കുന്നതോടുകൂടെ മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ്. ബാജൂരിയിൽ നോക്കിയാൽ നമുക്ക് ഈ വിഷയം കാണാൻ പറ്റും. ഇതാണ് ഇവരുടെ ഒരു അവസ്ഥ. മര്യാദക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സമ്മതിക്കാത്തൊരവസ്ഥ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്
പട്ടിണി കിടക്കുകയാണ്. ആ പട്ടിണി കിടന്നിട്ട് അത് വെറുതെ ആയി പോകുമോ എന്നുള്ള ഭയമാണ്. കാരണം ഇത്തരത്തിൽ അവൻ ഈ പറയുന്ന രൂപത്തിൽ മലവിസർജനം നടത്തുന്ന സമയത്ത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന സാധനങ്ങളാണോ ഇതൊക്കെ? ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്കത് കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തി അതൊക്കെ എപ്പോഴും സാധ്യമായിട്ടുള്ള, അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള ദൂഷ്യങ്ങൾ എത്രയാണെന്നുള്ളത് ഈ പറയുന്ന ഉസ്താദിനറിയോ? നമ്മൾ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തരത്തിൽ ചിന്തിച്ചിട്ട് നമ്മൾ എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരു പ്രയാസം നിറഞ്ഞ അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് എത്ര പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് അതൊന്നും അറിയാതെ ഈ തരത്തിൽ ചിന്തിക്കുകയും മനുഷ്യൻ്റെ ശ്രദ്ധ മുഴുവനും ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ജനാപത്ത് കുളിയും മറ്റേ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളുടെ സാധനമൊന്നും ഇപ്പോൾ ഞാൻ കാണിക്കേണ്ടതില്ല. അതൊക്കെ ഇതിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. നിങ്ങളതൊക്കെ നിരീക്ഷിക്കുക, നിങ്ങളതിലൊക്കെ ബോധവാന്മാരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഞാൻ കാണിച്ചത് ഈ 2025 നോമ്പിൻ്റെ സ്പെഷ്യലായിക്കൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെട്ട ഒരു സാധനം എന്നുള്ളത് എനിക്ക് കാണിച്ചതാണ്. അത്രയും ആളുകൾ അതിനെ പലതരത്തിൽ അതിനെ എന്താ പറയുക ന്യായീകരിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാനിത് സൂചിപ്പിച്ചത്, ഇത് കാണിച്ചത് തന്നെ ഈ എന്താ പറയുക പൗരോഹിത്യ വർഗം മനുഷ്യനെ ഒന്ന് സമാധാനത്തോടു കൂടി മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സമ്മതിക്കാത്ത തരത്തിൽ മനുഷ്യൻ്റെ ആ ഭാഗങ്ങളെപ്പോലും ഇവരുടെ അന്തപുരങ്ങളിൽ ഇരുന്നിട്ട് റിമോട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ വിശ്വാസികളെ അടിമകളാക്കിയിട്ടാണ് ഈ പൗരോഹിത്യവർഗം ഈ കേരളക്കരയിൽ ലോകത്തെല്ലായിടത്തും ജീവിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് പകർന്നു നൽകാൻ കൂടിയാണ് ആ ഒരു വീഡിയോ ശകലം ഞാൻ കാണിച്ചത്. യഥാർത്ഥത്തിൽ ഈ നോമ്പ് കൊണ്ട്, ഈ നോമ്പ് സ്വീകരിക്കണമെങ്കിലേ ഈ ജനാപത്ത് കുളിയും ഈ തറാവീഹും ഇതൊന്നുമല്ല, ഈ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ ഞാനിപ്പോൾ സാധാരണ റമദാൻ അല്ലാത്ത ഒരു മാസത്തിൽ ഞാനൊരു വ്യക്തിയുമായിട്ട് പിണങ്ങി, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായി, അയാളുമായിട്ട് നല്ലതല്ലാത്ത രൂപത്തിൽ സംസാരിക്കേണ്ടി വന്നു. അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, അഥവാ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് അത് അയാളോട് നമ്മൾ പൊരുത്തപ്പെടിക്കണം, ക്ഷമ പറയണം, അയാളുമായിട്ടുള്ള ബന്ധം ക്ലിയർ ചെയ്യണം. ഇത് ചെയ്ത ശേഷമാണ് ഈ നോമ്പെടുക്കേണ്ടത്. ഇത് ചെയ്യാതെ നമ്മൾ നോമ്പെടുത്താൽ നമ്മുടേത് വെറും പട്ടിണിയാണ്. ഞാൻ ഒരാളുടെ സ്വത്ത് അന്യായമായി അപഹരിച്ചു, അല്ലെങ്കിൽ അന്യായമായി എൻ്റെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിച്ചു. ആ വ്യക്തി എനിക്ക് പുറത്തു തരാതെ, എന്നോട് ക്ഷമിക്കാതെ ദൈവം തമ്പുരാൻ എന്നോട് ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിലുള്ള കാര്യം പറയുന്നത്, ഞാൻ എൻ്റെ വക പറയുന്നതല്ല. നിങ്ങൾ ഇസ്ലാമിലുള്ള നന്മകളില്ലേ, ആ നന്മകൾ നിങ്ങൾ പഠിക്കാതിരിക്കുകയും ആ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുകയും എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകൾ ഫോളോ ചെയ്തു പോവുകയും ആ ശൈത്വാൻ വരച്ച വരയിലൂടെ നിങ്ങൾ ജീവിക്കുകയുമാണ് ആക്ച്വലി വിശ്വാസികൾ ചെയ്യുന്നത് എന്നൊരു തിരിച്ചറിവ് വിശ്വാസികൾക്ക് ഉണ്ടായാൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ വെറുതെ പട്ടിണിയെടുത്ത് സമയം കളയണ്ട എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്, നിങ്ങളങ്ങനെ അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ചെയ്യൂ. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരോടുമായിട്ടുള്ള ശത്രുതകൾ അവസാനിപ്പിച്ച് ബന്ധങ്ങൾ ക്ലിയർ ചെയ്ത് സ്നേഹവും കരുണയും സഹാനുഭൂതി സൗഹൃദത്വം ഒക്കെ പങ്കുവെച്ച് ആ നല്ല രൂപത്തിൽ നല്ലൊരു വ്യക്തിയായി എല്ലാവരാലും എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ള ജീവിതം ആദ്യം കാഴ്ചവെക്കൂ. എന്നിട്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കൂ. എന്നിട്ട് നിങ്ങൾ 5 നേരം പോയി തലകുത്തി മറിയൂ. അല്ലാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് 5 നേരം പോയി തലകുത്തി മറിഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന പരിശുദ്ധമായ മിമ്പറിൽ ഖുതുബ പറയുന്ന, ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്, അങ്ങനെ പരിശുദ്ധമായ മിമ്പറിൽ ഖുതുബ പറയുന്ന, ഈ തറാവീഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പരമാവധി ഓരോ കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ആ ഒരു നല്ലൊരു മാനസികാവസ്ഥയെ ചൂഷണം ചെയ്തിട്ട് പണം സമ്പാദിക്കുന്ന എത്രയോ പണ്ഡിത പുരോഹിതന്മാരുണ്ട്. അവരൊക്കെ നോമ്പെടുക്കുന്നുണ്ട്. നോമ്പ് ഭയങ്കര സംഭവമായിട്ട് അവരൊക്കെ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അവരുടെ ജീവിതം എങ്ങനെയാണ്? ഈ പറഞ്ഞ രൂപത്തിലാണ്. മറ്റുള്ളവരുടെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അങ്ങനെയുള്ള ആളുകളും നോമ്പെടുക്കുകയും നോമ്പിനെക്കുറിച്ച് വർണ്ണിക്കുകയും അതിനുവേണ്ടി ഫസ്റ്റ് സൊഫിൽ തന്നെ നിന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ വ്യക്തിപരമായി നന്നാകുന്നില്ല. ഈ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടൊന്നും ഈ ആൾ വ്യക്തിപരമായി നന്നാകുന്നില്ലെങ്കിൽ
എന്തിനീ മാറാപ്പും പേറി ഇവരൊക്കെ നടക്കുന്നത്, വെറുതെ വേഷം കെട്ടി മനുഷ്യന്മാരെ പറ്റിക്കാൻ എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ചോദിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, നമ്മുടെ പേഴ്സണാലിറ്റി നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് നമ്മൾ മനുഷ്യരാണ്. പരസ്പരം ആണ് പെണ്ണ് എന്ന വ്യത്യാസം പോലും നമ്മൾ ഒരു ലിംഗവിവേചനമായിക്കൊണ്ട് മനസ്സിൽ പുലർത്തരുത് എന്നാണ്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ പ്രത്യേകതകളുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ പ്രത്യേകതകളുണ്ട്. ആ രണ്ട് പ്രത്യേകതകളെയും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തിരിച്ചറിവോടുകൂടി ഓരോ കാര്യങ്ങളെയും നമ്മൾ നിരീക്ഷിക്കാനും ഒക്കെ തയ്യാറാവുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഒക്കെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള ചില അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ അവൻ ജീവിതത്തെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനൊന്നും പാടെ നിഷേധിക്കുകയും അതൊന്നും വേണ്ട എന്നൊന്നും പറയാത്തത്. കാരണം അതുകൊണ്ട് മനുഷ്യർക്ക് ഗുണമുണ്ടെങ്കിൽ, മനുഷ്യൻ നന്നാകുന്നുണ്ടെങ്കിൽ, അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ അതുകൊണ്ട് മനുഷ്യൻ നന്നാകുന്നില്ലെന്ന് മാത്രമല്ല, ഈ തരം വിഷ ചിന്തകൾ പേറുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ എതിർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ സംസാരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടൊരു ഗുണവുമില്ല. ഇപ്പോൾ ഒരു വിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്തരം ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു നിരീശ്വര യുക്തിവാദിയായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല. പക്ഷെ അവനെ കൊണ്ട് ഒരുപാട് നന്മ മനുഷ്യനുണ്ടെങ്കിൽ, ചുറ്റുഭാഗത്തുള്ള വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ ജാതി മത രാഷ്ട്രീയ ലിംഗ വർഗ വ്യത്യാസമില്ലാതെ ആ പറഞ്ഞ അവിശ്വാസിയായ നിരീശ്വരവാദിയായ യുക്തിവാദിയായ വ്യക്തിയിൽ നിന്ന് നന്മകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ, ആ വ്യക്തി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ വ്യക്തി നല്ല വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് സ്വർഗമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വ്യക്തിക്ക് മോക്ഷമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതും ഈ പറഞ്ഞ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കുക. ആ കാര്യങ്ങൾ നമ്മൾ അതില്ലാതെ നിർവഹിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിച്ചിട്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നുമില്ലെങ്കിൽ, പിന്നെ ഈ മാറാപ്പ് പേര് നടക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നാണ്. നമ്മളത് പേറുന്നുണ്ടെങ്കിൽ, നമ്മളത് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായേ പറ്റൂ, നമ്മൾ നല്ല വ്യക്തിയായി ജീവിച്ചേ പറ്റൂ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറും ഭ്രാന്തൻ ചിന്താഗതികളാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, മനുഷ്യരെ നന്നാക്കുന്നതിന് വേണ്ടി അന്നത്തെ പ്രവാചകന്മാരെന്നറിയപ്പെടുന്ന ആത്മീയ ഗുരുക്കന്മാർ ഉണ്ടാക്കിയെടുത്ത, അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ട വെറും സംഭവങ്ങൾ മാത്രമാണ്. ഈ മതം എന്ന് പറയുന്ന സാധനം തന്നെ ദൈവം തമ്പുരാൻ കൊടുത്തയച്ചതൊന്നുമല്ല, മനുഷ്യരുണ്ടാക്കിയതാണ്. മതങ്ങൾ മനുഷ്യരുണ്ടാക്കിയതാണ്. ദൈവം പ്രവാചകന്മാരെ ഇനിയിപ്പോൾ അയച്ചു എങ്കിൽ പോലും, ഈ അയച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും, ഈ പ്രവാചകന്മാർ നമ്മുടെ ഈ പറഞ്ഞ നല്ല രൂപത്തിലുള്ള ജീവിതത്തിന് വേണ്ടി ഉതകുന്ന കാര്യങ്ങൾ നമുക്ക് അധ്യാപനങ്ങളായി പഠിപ്പിച്ചു തന്നതാണ്. അതിനുള്ള പ്രാക്ടീസ് ആയിട്ടുള്ള രൂപങ്ങളാണ് ഈ പറഞ്ഞ നോമ്പും നമസ്കാരവും ഒക്കെ. പക്ഷെ ഇന്നത്തെ വിശ്വാസിക്കൂട്ടം ഈ സംഭവങ്ങളെല്ലാം മറന്നിട്ട് ഈ പറഞ്ഞ നോമ്പെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സെക്ഷുവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിയ്യത്തും തറാവിഹും ഇതിലൊക്കെ തർക്കിച്ച കാലം കഴിക്കുന്ന, ഇതിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് ആചരിക്കുന്ന ഒരു അവസ്ഥയാണ്, അനുഷ്ഠിക്കുന്ന അവസ്ഥയാണ്. ഇതിൽ നിന്നൊരു മാറ്റമുണ്ടായി യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ അനുഷ്ഠിക്കാനും, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, നന്മകൾ നമുക്കും ഒന്നാമതായി ലഭിക്കണം, പിന്നീട് നമുക്ക് ചുറ്റുഭാഗത്തുള്ള ആളുകൾക്കും അത് ലഭിക്കുന്ന തരത്തിൽ ജീവിതം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഒക്കെ നമ്മുടെ ഈ ചാനലിൽ വരുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ പരമാവധി അത് ചിന്തിച്ച് മനസ്സിലാക്കി ആ പറയുന്ന കാര്യങ്ങളെ വൈരാഗ്യ ബുദ്ധിയോടോ ദേഷ്യത്തോടോ ഒന്നും കാണാതെ പറയുന്നതിൽ വസ്തുതകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്വീകരിക്കുക. അതല്ല വസ്തുതകളൊന്നുമില്ല, ഈ പറയുന്നതൊന്നുമല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ അടിമകളായിട്ട് ഉസ്താദുമാർ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിക്കാരാണെങ്കിൽ നിങ്ങളങ്ങനെ ജീവിച്ചോളൂ. പക്ഷെ നിങ്ങളങ്ങനെ ജീവിക്കുക വഴി ഇതര മനുഷ്യർക്ക്, ഇതര മതസ്ഥർക്ക്, ഇതര വ്യക്തികൾക്കൊക്കെ അല്ലെങ്കിൽ ഇതര ജീവജാലങ്ങൾക്കൊക്കെ ഈ അടിമ മൈൻഡോടുകൂടി നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് ദോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവർക്ക് വേദനകൾ സമ്മാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട രൂപത്തിൽ അതിനെതിരെ പ്രതികരിക്കും, അതിനെതിരെ ശബ്ദിക്കും. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നല്ലൊരു വ്യക്തിയായി ഈ പറഞ്ഞ ചുരുങ്ങിയ ഇത്തിരി പോകുന്ന ജീവിത കാലഘട്ടത്തിൽ നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ ഈ കാര്യങ്ങൾ ഉപകരിക്കുമെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കുക. ഉപകരിക്കില്ലെങ്കിൽ അതൊന്നും അനുഷ്ഠിക്കാതെ തന്നെ നല്ലൊരു വ്യക്തിയായിട്ട്, നല്ലൊരു പൗരനായിട്ട് രാജ്യത്തിനും
ലോകത്തിനുമൊക്കെ നന്മ പ്രദാനം ചെയ്യുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ വസ്തുനിഷ്ഠമായി തന്നെ തിരിച്ചറിവോടുകൂടെ തന്നെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാവർക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.